ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ള വളരെ സോഫ്റ്റി ആയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് മൈദയാണ്. 3/4 കപ്പ് വേണം നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് മൈദ എടുക്കേണ്ടത്. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ 3 പ്രാവശ്യം അരിച്ചെടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കൂടുതലും സോഫ്റ്റി ആയിരിക്കും. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് 2 പ്രാവശ്യം കൂടി ഒന്ന് അരിച്ചെടുക്കാം. പാൻ പൊടികളൊക്കെ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. പിന്നെ നിങ്ങൾ മുട്ട ഒഴിക്കുന്ന ബൗളാണെങ്കിൽ ഒറ്റ തുള്ളി പോലും വെള്ളം കാണാൻ പാടില്ല. ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം നിങ്ങൾ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന തന്നെ വേണം നിങ്ങൾ മുട്ട എടുക്കാനായിട്ട്. ഇനി 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ആ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് മുട്ട ഒന്ന് ആദ്യം കുറച്ച് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 3/4 കപ്പ് അളവിൽ വേണം പഞ്ചസാര നിങ്ങൾ ഈ കേക്കിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും 1 കപ്പിൻ്റെ താഴെ നിൽക്കുന്ന അളവിൽ വേണം പഞ്ചസാര എടുക്കേണ്ടത്. ഇനി ആ പഞ്ചസാര കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം കേക്കിനൊക്കെ ഒരുപാട് മധുരം വേണമെന്നുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ 1 കപ്പ് പഞ്ചസാരയൊക്കെ എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഇവിടെ ഞാൻ മുട്ടയും പഞ്ചസാരയും ഇവിടെ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം വെജിറ്റബിൾ ഓയിലാണെങ്കിൽ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യാനേ പാടില്ല. ഓയിലും കൂടിയിട്ട് ഞാൻ അതിലൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അതൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിൽ നല്ലപോലെ ഒന്ന് മിക്സായി നിറഞ്ഞാൽ പിന്നെ അത് ഓവർ മിക്സ് ആക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ മുട്ടയുടെ പതയൊക്കെ നഷ്ടപ്പെട്ട് കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് പൊങ്ങി വരാതൊക്കെ ഇരിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളിത് ഓവർ മിക്സ് ആക്കാൻ പാടില്ല. നിങ്ങൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പം അതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി മൈദ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ ബാറ്ററിൽ നല്ലപോലെ അതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. പിന്നെ പാലെടുക്കേണ്ടത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കുന്ന വേണം കേട്ടോ. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ബൗളെടുക്കുക. അതിലേക്ക് അല്പം ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഒരുപാടൊന്നും ഒഴിക്കരുത്. ഒരു 1/4 കപ്പ് മാത്രം നമ്മൾ ഈ ബൗളിലേക്ക് ഒഴിക്കുന്നുള്ളൂ. അത്രയും മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഒരു അരിപ്പ് വെച്ചിട്ട് 2 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് അരിച്ചിട്ട് നമുക്ക് ആ ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കൊക്കോ പൗഡർ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് ആ ബാറ്ററിലേക്ക് കൊക്കോ പൗഡർ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ടുള്ള മോൾഡ് തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡ് ഭാഗത്തും താഴ്ഭാഗത്തും എല്ലായിടത്തും ആകും വിധം ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ കൊക്കോ പൗഡർ ചേർക്കാത്ത ബാറ്റർ ഉണ്ടല്ലോ, അത് ആദ്യം കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത ബാറ്റർ 1 ടീസ്പൂൺ എടുത്തിട്ട് 4 ഭാഗത്തായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇനി കൊക്കോ പൗഡർ ചേർക്കാത്ത ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ 4 ഭാഗത്തായിട്ട് ആ കൊക്കോ പൗഡർ ചേർത്ത ബാറ്ററും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക.
ഞാനിവിടെ ബാറ്റർ മുഴുവനും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റിക്ക് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റിക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഈർക്കിലെടുക്കുക. അതിനകത്താണെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു മാർബിൾ ഷേപ്പിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൻ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കണം. ഇതിനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 60 മിനിറ്റ് വേണം ഇതൊന്ന് വെച്ച് കൊടുക്കേണ്ടത്. ധൃതിക്ക് നിങ്ങൾ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കാൻ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഈ ബാറ്റർ വെച്ച് കൊടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. സൈഡൊക്കെ ഞാനൊരു നൈഫ് വെച്ചൊന്ന് വിടിയിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ ബാക്കിലുള്ള ബട്ടർ പേപ്പറും കൂടി മാറ്റിയിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബേക്കറി കടകളിലൊക്കെ പോയി മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള മാർബിൾ കേക്കാണിത്. വളരെ എളുപ്പം തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ കേക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ദേ കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാർബിൾ കേക്കാണിത്. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിലും നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് വീഡിയോ മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.